കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞ് നട തുറന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ. ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നൊക്കെ വളരെ തിരക്ക് കുറവാണ്. ഇന്നലെയൊക്കെ സോപാനം വഴിയാണ്, ഇന്നും രാവിലെ മുതൽ നിർമ്മാല്യം മുതൽ ഇതുവരെയും സോപാനം വഴിയാണ് എല്ലാ ഭക്തജനങ്ങളെയും കടത്തിവിട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഭക്തന്മാർക്ക് വളരെ സൗകര്യപ്രദമായ 2 തവണ ദർശനം, അതായത് മണ്ഡപത്തിൻ്റെ ആദ്യവും സോപാനപ്പടിയിൽ നിന്നിട്ടും ദർശനം കിട്ടാനുള്ള സൗകര്യം ഉണ്ടായി. എത്ര കണ്ടാലും മതി വരില്ല ഗുരുവായൂരപ്പന്. അതുകൊണ്ട് ചിലവർക്ക് മതിയാവാത്ത ബുദ്ധിമുട്ടൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളെ സംബന്ധിച്ച് അത് ഏറ്റവും പ്രാധാന്യം, അതായത് എത്രയോ ദിവസം കൂടുമ്പോഴേ ഇപ്പം ഇങ്ങനെ ഉണ്ടാവാറുള്ളൂ. ഇനി വീണ്ടും തിരക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉത്സവത്തിൻ്റെ തിരക്ക് വരികയാണ്, വെക്കേഷൻ തിരക്ക് വരികയാണ്. അപ്പോൾ വീണ്ടും ഏകാന്തമായിട്ടാണ് ഉണ്ടാവുക. ഒരു കാരണവശാലും ആ നിർമ്മാല്യം മാത്രമാണ് സോപാനപ്പടിയിലൂടെ കടത്തിവിടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാൻ പോവാം. ആ ഗണപതിനെ നമ്മൾ കണ്ട് തൊഴുത്, കിഴക്കേ നടയിലുള്ള ഗണപതിയെ കണ്ട് തൊഴുതു അനുവാദമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ആ ഗോപുരവാതിൽ കടന്നകത്തേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തിരക്ക് കുറവായതുകൊണ്ട് വളരെ സുഖകരമായ ദർശന സൗകര്യമാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ഇതിൻ്റെ അവിടെ എത്താറായി. ഇനി നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. പടി കടന്ന് കയറുമ്പോൾ അകത്തെ ശ്രീകോവിലിലെ ആ സ്വർണ്ണ വിളക്കിലെ പ്രകാശം, നെയ്വിളക്കിലെ പ്രകാശം നമ്മളിലേക്ക് എത്തുകയാണ്. ഭഗവാന്റെ കിരണങ്ങൾ നമ്മളിലേക്ക് എത്തുമ്പോൾ വളരെ സന്തോഷമാണ്. ഒരു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അനുഭൂതിയാണ് നമുക്കുണ്ടാവുക ആ ശ്രീകോവിലിലെ ദർശനം ഇങ്ങനെ കാണുമ്പോഴേ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി ഇടത്തെ സൈഡിലെ നാരായണീ എഴുതിയ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിച്ചു. അതിനപ്പുറം വലത്തെ സൈഡിലെ ആ തൂണൊന്ന് നോക്കി തൊഴുതു. അങ്ങനെ നമ്മൾ വരികയാണ് അകത്തേക്ക് നോക്കിയിട്ട്. അപ്പോൾ കാൽത്തളകൾ കാണാനുണ്ട്, കാലിങ്ങനെ കാണാനുണ്ട്. അങ്ങനെ നോക്കി മേലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ പട്ടുകോണകം, ചുവന്ന പട്ടുകോണകം എടുത്തിട്ടുണ്ട്. അരയിൽ കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. 5 ഗോപീതിലകം കൊണ്ടൊരു മാല ഉണ്ട്. പിന്നെ ഒരു വളയം പോലത്തെ ഒരു മാല ഉണ്ട്. അതേമാതിരി ഇടത്തെ കയ്യിൽ വലിയൊരു വെണ്ണക്കുടമാണ് കേട്ടോ, നിറഞ്ഞ് തിളുമ്പി നിൽക്കുന്ന വെണ്ണക്കുടം. അതേപോലെ വലത്തെ കയ്യിൽ വെണ്ണ വാരിയിട്ട് കഴിക്കുകയാണ്. വലത്തെ കൈ ഇങ്ങനെ വായുടെ അടുത്തേക്കാണ്, വെണ്ണയാണ് കയ്യിലേ. അപ്പോൾ എല്ലാ ഭക്തന്മാർക്കും വെണ്ണ തരൂ കേട്ടോ, ചോദിച്ചോളൂ. വേണ്ട അത്ര കയ്യിലുണ്ടേ. യശോദാമ്മ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കുട അടക്കാണ്. യശോദാമ്മ കണ്ടു കൊടുത്തതാണോ അതോ എടുത്തതാണോ എന്നറിയില്ല. എന്തായാലും വളരെ പുഞ്ചിരിച്ചിട്ടാണ് എൻ്റെ കയ്യിൽ വെണ്ണ ഉണ്ടല്ലോ എന്നുണ്ടാ ചെറിയ കുഞ്ഞി കണ്ണൻ നമ്മളോട് പറയുകയാണേ. അങ്ങനെ കാണാൻ നല്ല രസമായിട്ടുള്ള നേദ്യമൊക്കെ കഴിഞ്ഞിട്ടുള്ള വെണ്ണ കഴിക്കുന്ന ഉണ്ണിക്കണ്ണനാണ് ഇന്നത്തെ കളഭം കൊണ്ടുള്ള അലങ്കാരം. ഇന്ന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തി തന്നെയാണ്, ശ്രീജിത്ത് നമ്പൂതിരി. അതേപോലെ ഇന്നത്തെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത് ഭവേഷോദിക്കനാണ്. വളരെ നന്നായിട്ടുള്ള അലങ്കാരമാണ്. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ നിന്നിട്ട് ആ കളഭാലങ്കാരം കണ്ടോളൂ. ഈ വർണ്ണന കേൾക്കുന്ന സമയം നമ്മൾ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണെന്ന് അങ്ങോട്ട് സങ്കല്പിച്ചാൽ മതി. ഒരു തവണയെങ്കിലും വന്ന ആൾക്കാർ അവിടെ വന്ന ആ പ്രതീതിയിൽ ഇതാവുക. അല്ലാത്ത ആളുകൾ നമ്മൾ പറയുന്നത് കേട്ടിട്ട് അതുപോലെ ചിന്തിക്കുക. അപ്പം മനസ്സിൽ ആ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ വരും, ആ വെണ്ണക്കണ്ണൻ. അപ്പോൾ അതിങ്ങനെ ഗുരുവായൂരപ്പൻ്റെ തിരുസ്വരൂപമായിട്ട് മനസ്സിലേക്ക് ഇങ്ങനെ വെച്ച് ആരാധിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ആ ഉണ്ണിക്കണ്ണൻ്റെ ചൈതന്യം നമ്മളിലേക്ക് എത്തും. പിന്നെ തിരുമുടിമാലകളാണ് 2 ഉള്ളത്. തെച്ചിയും തുളസിയായിട്ടുള്ള 2 ഉണ്ട്. അതുപോലെ ആ വലിയ ഉണ്ടമാലകളുണ്ട്. അത് വെളുത്ത പൂവും തുളസിയായിട്ടുള്ള ഒരെണ്ണം,
വെളുത്ത പൂവും തുളസിയും തെച്ചിയായിട്ടുള്ള ഒരെണ്ണം, അങ്ങനെ 2 എണ്ണം. പിന്നെ മുകളിൽ വിധാനമായിട്ട് 4 തുളസി മാലയും ചാർത്തിയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ അലങ്കാരം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ശ്രീകോവിൽ പെയിൻറ്റിങ് കഴിഞ്ഞ കാരണം നല്ല വെളുത്ത കളറിലാവുമ്പോൾ കളഭത്തിൻ്റെ മഞ്ഞ നിറവും സ്വർണത്തിൻ്റെ മഞ്ഞ നിറവും ഒക്കെ പാടങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്, അഴകാണ് കാഴ്ച. ആദ്യം നമുക്ക് അത്രയ്ക്ക് കാണുമായിരുന്നില്ല, അപ്പോൾ നന്നായിട്ടുള്ള ആർക്കും കാണും. പിന്നെ ഒന്നാമത് സോപാനപ്പടിയും കൂടി ആയതുകൊണ്ട് വളരെ വളരെ മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുക. ഇനി നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് തിടപ്പള്ളിയിലേക്ക് നോക്കി തൊഴുകയാണ്. ഗണപതി ഹോമം നടത്തുന്ന, ഭഗവാന് നേദ്യം തയ്യാറാക്കുന്ന തിടപ്പള്ളിയിലേക്ക് നോക്കി തൊഴുകയാണ്. അതിനുശേഷം അഗ്നികോണിലേക്ക് നോക്കി അത് കഴിഞ്ഞ നേരെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരികയാണ്. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്നാലോ നിറയെ തിലകൊക്കെ വെച്ചിട്ടുണ്ട്, അധികം അലങ്കാരമൊന്നുമില്ല. നല്ലൊരു പട്ട് ഞെറിഞ്ഞ് ഇങ്ങനെ ഉടുത്തിട്ടുണ്ട്, കോണകം പോലെ, അങ്ങനെയുള്ള ഒരു ഇതാണ്. നന്നായിട്ട് ഇങ്ങനെ ഇതായിട്ട് പിന്നെ നിറയെ അർച്ചന പൂക്കളാണുള്ളത്. അപ്പോൾ എല്ലാവരും ആ കണ്ണനെ കണ്ടോളൂ, അതേപോലെ വിഘ്നേശ്വരനെ കണ്ട് തൊഴുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവിയുടെ ഫോട്ടോ ഒരുക്കി നോക്കിയാൽ സരസ്വതിയുടെ അവിടെ ഒരു വെളുത്ത പൂവും തുളസിയും കൂടി ആയിട്ടുള്ള ഒരു മാലയേ ഉള്ളൂ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് നേരെ അവിടുന്ന് ഇങ്ങനെ വരിക. അപ്പോൾ ആ ചെറിയ ഗണപതിനെ കാണാം. അവിടുന്ന് പിന്നെ മത്സ്യാവതാരം കാണാം. പിന്നെ കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള ആ രൂപങ്ങൾ കാണാം. അതിനുശേഷം നേരെ കണ്ട് മേൽശാന്തിർ അവിടെ ഇന്നിപ്പോൾ ഭവേഷോദിക്കനാണുള്ളത്. അപ്പോൾ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നേരെ അനന്തപത്മനാഭസ്വാമിയുടെ അടുത്തേക്ക് വരാം. അവിടെ നിന്ന് പ്രത്യേകിച്ച് അലങ്കാരമൊന്നും ഇട്ടിട്ടില്ല. എന്തായാലും നമുക്ക് കണ്ടു തൊഴാം. അതിനുശേഷം ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിച്ച് കഴിഞ്ഞ് അവിടുന്ന് വീണ്ടും നമ്മൾ പോരുന്നത് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ കൃഷ്ണൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെ നല്ലൊരു മാല ചാർത്തിയിട്ടുണ്ട്. വളരെ രസമായ ആ ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. അങ്ങനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമിയെ കാണാം. സുബ്രഹ്മണ്യ സ്വാമിയെ കണ്ട് തൊഴുത് നേരെ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിയുടെ അവിടെ വന്നാലോ അവിടെ നല്ല എന്താ പറയുക, വെറ്റിലമാല ചാർത്തിയിട്ടുണ്ട്, കുങ്കുമം ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിക്കുക. ത്വമസ്മിൻ കാര്യ നിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യ വാക്പടുത്വം ഹനുമത് സ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിച്ചു. രാധാകൃഷ്ണ വിഗ്രഹം കണ്ടു തൊഴുതു. ശ്രീകോവിലിൻ്റെ അവിടെ നിന്നുള്ള ആ ഓവ് നോക്കിയിട്ട് അവിടെ നിന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചു. ഗ്രില്ലിന് അപ്പുറത്ത് കിടന്നിട്ട് നമ്മുടെ താമരക്കണ്ണനെ ഒന്ന് കണ്ടു തൊഴുതു. അതേപോലെ ആ മണിക്കിണറൊന്ന് നോക്കി തൊഴുതു. നൃത്താറയിലേക്ക് നോക്കിയിട്ട് കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് നമ്മൾ തൊഴുതു. അതിനുശേഷം നമ്മളിങ്ങനെ പുറത്തേക്ക് വരികയാണ്. ഇനിയിപ്പോൾ താമരക്കണ്ണനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ചിത്രം മാറ്റി വരയ്ക്കുന്നൊക്കെ പറയുന്നുണ്ട്, എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ ആ കുറൂരമ്മേനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിലൂടെ പുറത്ത് വന്നു, വടക്കേ നടയിലൂടെ പുറത്ത് വന്നിട്ട് ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ എത്തി. പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങിയിട്ട് ഇടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് വരികയാണ്.
ഭഗവതീനെ കണ്ടു തൊഴുക. അവിടെ ഇന്ന് ചുവന്നൊരു പട്ടിങ്ങനെ ഉണ്ട്. അതേപോലെ തലയുടെ ഭാഗത്ത് 2 വലിയ തെച്ചിപ്പൂക്കൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് 2 ഭാഗത്തും. പിന്നെ നല്ലൊരു തുളസിയുടെയും തെച്ചിയുടെയും മാലയും ചാർത്തിയിട്ടുണ്ട് അമ്മ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അവിടെ തൊഴുത് നമ്മളിങ്ങനെ കുറച്ച് പോരുമ്പോൾ ശിവരാത്രിയൊക്കെ കഴിഞ്ഞ ആ ഒരു ഇതിൽ നമ്മളെ മമ്മിയൂരപ്പനെ ഒന്ന് ദർശിക്കാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വെച്ച് ആരാധിക്കുക. അങ്ങനെ സ്മരിക്കുമ്പോൾ ആ മമ്മിയൂരപ്പൻ്റെ അടുത്ത് നമ്മുടെ മനസ്സെത്തും. അങ്ങനെ അവിടുന്ന് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നാൽ വീണ്ടും ശ്രീലകത്തേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ, ആ വെണ്ണ കഴിക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ കാണാം. ഒന്നും കൂടി കണ്ട് തൊഴാം. ഒന്ന് നമസ്കരിച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടേക്കൊന്ന് എത്തി അവിടെ നിന്ന് നോക്കി തൊഴുതു. അങ്ങനെ വരുമ്പോൾ അയ്യപ്പ സ്വാമിയുടെ അവിടെ എത്തുകയാണ്. അയ്യപ്പ സ്വാമിയുടെ അവിടെ എത്തിയാൽ നല്ല വെളുത്ത പട്ടും കറുത്ത പട്ടൊക്കെ ഇടയിൽ ചുറ്റിയിട്ടുള്ള ആ ഒരു രൂപമാണ്. അപ്പോൾ എല്ലാവരും കണ്ടു തൊഴുതോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേസ്തുഭ്യം നമോ നമഃ. അങ്ങനെ ആ ഭൂതനാഥനായ അയ്യപ്പനെ കണ്ടു തൊഴുതു വന്ന് വലം വെച്ച് നമ്മൾ പടിഞ്ഞാറ നടയിലെത്തിയിട്ട് ആ ദീപസ്തംഭത്തിലെ വേണുഗോപാല സ്വരൂപത്തെ ഒന്ന് നോക്കി തൊഴുക. അതിനുശേഷം ഒന്നിങ്ങോട്ട് പിന്നാക്കം പിറകു വശത്തേക്ക് ഇറങ്ങി നിന്നാൽ, പടിഞ്ഞാട്ടിങ്ങോട്ട് ഇറങ്ങി നിന്നാൽ ആ കൊടിമരത്തിൻ്റെ മുകളിൽ ആ വേണുഗോപാല സ്വരൂപം കാണാം. അപ്പോൾ അതൊന്ന് നോക്കി തൊഴുക. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം ദർശിച്ചു. എന്നെ ശ്രവിക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്ത് ആ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണെന്ന് അങ്ങോട്ട് മനസ്സിൽ ധരിക്കുക. അപ്പോൾ അത് അങ്ങോട്ട് ശരിയാവും. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.